വസീഫ്, ഇപ്പോൾ PDPയുടെ പിന്തുണ നല്ലത്, വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ മോശം, ഈ രണ്ട് സംഘടനകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് CPM കാണുന്നത്? സ്മൃതി, PDP ഈ രാജ്യത്ത് മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? PDPക്ക് പിന്നിൽ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് എന്ന് അവരുടെ ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ ഏതെങ്കിലും ഒരു പിൻബലം അവർക്കുണ്ടോ? ഇല്ല എന്നെല്ലാവർക്കും അറിയാം. ഒരു കാലത്ത് അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗത്തിൽ വന്ന ചില പരാമർശങ്ങൾ അത് തീവ്ര നിലപാട് മുന്നോട്ട് വെക്കുന്നതായിരുന്നു എന്നുള്ളതിൽ തർക്കമില്ല. ആ തീവ്ര നിലപാടിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്ന തീവ്ര നിലപാട് ഉയർത്തിപ്പിടിച്ച് പ്രസംഗങ്ങൾ നടത്തുന്ന അദ്ദേഹത്തിനെ ഈ നാട് തിരിച്ചറിയുകയും അന്ന് ഞങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും ഈ പറഞ്ഞ നിയമ നടപടികളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതിലൊരു പങ്ക് ഞങ്ങളും വഹിച്ചിട്ടുണ്ട്, എല്ലാം തർക്കമില്ല. ആ സമയത്ത് PDPയെ കൂടെ കൂട്ടിയവർ ആരാ? UDF ഞങ്ങൾ തള്ളിപ്പറഞ്ഞതാ. എന്നാൽ അതിനുശേഷം മാനസാന്തരപ്പെട്ട് ആവർത്തിച്ച് പശ്ചാത്തപിച്ച് പറഞ്ഞു എൻ്റെ പ്രസംഗങ്ങളിലെ അപകടത്തെക്കുറിച്ച് ഈ നാടിനെ ബോധ്യപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് അബ്ദുൽ നാസർ മദനി. എന്നാൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അങ്ങനൊരു തീവ്രവാദ മുഖമില്ല, അവരില്ല എന്ന് വ്യക്തമാക്കി തന്നെ അവർ പറയും. ഒരു സെക്കുലർ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ് എന്ന് അവർ ആവർത്തിച്ച് പറയുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഈ കേരളത്തിലോ ഇന്ത്യയിലോ ആർക്കെങ്കിലും ഉണ്ടോ? ഇന്ന് VD സതീശൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദം എന്ന ആ നിലപാടിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പുറകോട്ട് പോയി, അതിൽ നിന്നൊക്കെ എത്രയോ പുറകോട്ട് പോയി എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ വിളിച്ചിട്ട് നിങ്ങൾക്കൊന്ന് ഫോണിൽ കണക്ട് ചെയ്യാലോ, ഒന്ന് ചോദിക്കുക, അവരൊന്ന് പരസ്യമായിട്ട് പറയട്ടെ. ഈ ചർച്ചയിലിരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ മതരാഷ്ട്രവാദികളല്ല ജമാഅത്തെ ഇസ്ലാമിക്കാർ എന്ന്? അങ്ങനെ പറയട്ടെ. ശരി, പറയാൻ സാധിക്കില്ല. ഇവരുടെയൊക്കെ നേതാക്കന്മാർ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാടിലുള്ള വ്യക്തതയാണ് വേണ്ടത്. 96 വരെ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം പറയാതിരിക്കുകയും 96 ശേഷമല്ല 2019 ശേഷം മതരാഷ്ട്രവാദം പറയുകയും ചെയ്യുന്ന ഒരു സംവിധാനമായി മാറി എന്നുള്ളതാണോ CPMന്റെ നിലപാട്? കാരണം ജമാഅത്തെ ഇസ്ലാമിയെ പുകഴ്ത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ നേടിയതിനെക്കുറിച്ച്, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെക്കുറിച്ച് പിണറായി വിജയൻ മുതൽ പാലോളി മുതൽ ശ്രീരാമകൃഷ്ണൻ വരെ പല നേതാക്കളും പറഞ്ഞൊക്കെ ഇവിടെ ഉണ്ടെന്നേ, രേഖകളായി, തെളിവുകളായി, ബൈറ്റുകളായി. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. സ്മൃതിയുടെ താല്പര്യം എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഏതായാലും സ്മൃതി, ഞങ്ങൾ എല്ലാ കാലത്തും ജമാഅത്ത്, നിങ്ങളിപ്പോൾ ഇവിടെ നേരത്തെ നിങ്ങളുടെ ഇൻട്രോയിലെ ഒരു ദേശാഭിമാനിയുടെ എഡിറ്റോറിയലില്ലേ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കണ്ട, അത് പൂർണ്ണമായിട്ടൊന്ന് വായിക്കണം. കാരണം അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ആ എഡിറ്റോറിയലിൻ്റെ ഒരു ശകലം മാത്രമല്ല, ആ എഡിറ്റോറിയൽ ഒന്ന് പൂർണ്ണമായി വായിച്ചിട്ട് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കിയാൽ മതി ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഞങ്ങളുടെ നിലപാട് എന്താണ്. ഈ ജമാഅത്തെ പൂർണ്ണമായിട്ട് തെരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ, ആഗോളവൽക്കരണം, മുതലവൽക്കരണം പറയണ്ടല്ലോ, അതിൽ തുടങ്ങിയതാണ്. നരസിംഹറാവുവിന്റെ സർക്കാർ നടപ്പാക്കി വരുന്ന സാമ്രാജ്യത്വ അനുകൂല സാമ്പത്തിക പദ്ധതിക്കും സമയം കളയാല്ലേ, സമയം പോട്ടെ അല്ലേ, മറ്റ് ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ എന്ന പോലെ ഹൈന്ദവ ഹൈന്ദവ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയും ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ നടത്തിപ്പോരുന്ന പ്രക്ഷോഭങ്ങൾ ഒരു ശക്തിയുടെ രാഷ്ട്രീയ അടിത്തറ കൂടുതൽ ശക്തവും വ്യാപ്തവുമാക്കി തീർക്കുകയാണ്. ആശാവഹവും ആവേശകരവുമായി പ്രക്രിയ ത്വരിതപ്പെടുത്തുന്ന 2 സംഭവവികാസങ്ങൾ പോയ വാരത്തിൽ അന്ത്യനാളുകളിലായി ഉണ്ടായിട്ടുണ്ട്. വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കേരളത്തിലെ ക്രിസ്തീയ പുരോഹിതരും ജമാഅത്തെ ഇസ്ലാമിയും കൈക്കൊണ്ട തീരുമാനങ്ങളിവിടെ വിവക്ഷ. കഴിഞ്ഞ ഫെബ്രുവരി മധ്യത്തിൽ 9 ദിവസം നീണ്ട കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ കൈക്കൊണ്ട തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം ഉപയോഗിക്കണമെന്ന് കേരളത്തിലെ ബിഷപ്പുമാരും ഇപ്പോൾ തങ്ങളുടെ മതവിശ്വാസികളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. CBCI തീരുമാനം പുറത്തു വന്നപ്പോൾ തന്നെ ക്രിസ്തുദേവന്റെ ശബ്ദം എന്നതിനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഈ പങ്ക്തികളിൽ സ്വാഗതം ചെയ്തിരുന്നു. ജനങ്ങളിൽ ഒരു വിഭാഗം എന്ന ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നതും ഒന്നും വേണ്ട. ഞാൻ പറയാം, നിങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ 2 വർഷമായി വസീഫെ, തമാശ കളിക്കരുത് വസീഫെ. ഞാൻ വായിക്കുന്ന ഭാഗം വായിക്കാം. കഴിഞ്ഞ 2 വർഷം എല്ലാം വായിക്കാം, ഓരോ വർഷങ്ങളെയും വായിക്കാം. കഴിഞ്ഞ 2 വർഷമായി ക്രിസ്ത്യൻ മതന്യൂനപക്ഷത്തിനെതിരായി വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളിൽ ഉത്കണ്ഠ പ്രകടിപ്പിച്ച് CBCI ഹൃദയസ്പർശിയായി ഇങ്ങനെ അഭ്യർത്ഥിച്ചു.
മനുഷ്യാവകാശങ്ങളും സനാതന മുഖ്യങ്ങളും ഉയർത്തിപ്പിടിക്കാൻ പ്രതിജ്ഞാബദ്ധരും ഏറ്റവുമേറെ അർപ്പണബോധമുള്ളവരായ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക. CBSIയുടെ ഈ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞ വാരം കേരളത്തിലെ വൈദികന്മാരും അവരുടെ വിശ്വാസികളും അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണല്ലോ ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിനെതിരെ തൊട്ടുപിറകെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിന്റെ തീരുമാനവും പുറത്തുവരുന്നത്. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി ഒരേ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത ശേഷം എടുത്ത തീരുമാനം ആണ് കൈക്കൊണ്ടത്. ഏറ്റവും വലിയ കക്ഷിയും ഭരണകക്ഷിയുമായ കോൺഗ്രസ് ഫാസിസത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷത്തെ ആ പാർട്ടി വഞ്ചിച്ചു, ടാഡ പോലുള്ള കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചു. അഴിമതി ദേശീയ സംസ്കാരമായി തെരഞ്ഞെടുപ്പ് ആസനമായിട്ടും തെറ്റുതിരുത്താനോ മേൽ നീതിപൂർവ്വം പ്രവർത്തിക്കുമെന്ന് ഉറപ്പു നൽകാനോ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വോട്ട് ഇത്തവണ LDFനാണ് എന്ന് പറഞ്ഞ കാര്യമാണ്. ഇത് 96-ൽ പറഞ്ഞു ദേശാമാനി അത് മുഖപ്രസംഗമായി കൊടുക്കുന്നു അല്ലേ? അതിനുശേഷം എത്ര പ്രതികരണങ്ങൾ അല്ലല്ല അതിനുശേഷം ഇത് മുഴുവൻ വായിക്കാൻ എനിക്ക് നേരമില്ല. ഒരു മിനിറ്റ് തിരക്ക് കൂട്ടല്ലേ. 2009 ഏപ്രിൽ അല്ല വായിക്കട്ടെ. 2009 ഏപ്രിൽ 14 കണ്ണൂരിൽ നടന്ന മീറ്റ് ദി പ്രസിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോൾ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നൽകിയ മറുപടി 2009 കേട്ടോ. മുസ്ലിം സംഘടനകളിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ദേശീയ സാർവദേശിക രംഗത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് പ്രധാനമാണ്. ആ കാഴ്ചപ്പാട് വെച്ച് ഓരോ കാലഘട്ടത്തിലും അവർ നിലപാടെടുക്കുന്നു. ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുന്ന സമീപനമാണ് ജമാഅത്തെ ഇസ്ലാമി മുമ്പ് സ്വീകരിച്ചത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇവർ ഇടതുമുന്നണിക്ക് പിന്തുണ നൽകിയത്. 2006 ഇത്തവണ 18 സീറ്റിൽ LDFനും 2 സീറ്റിൽ UDFനും പിന്തുണ നൽകാനും തീരുമാനിച്ചു. ഇത് പിണറായി വിജയന്റെ പ്രസ്താവന. ഇനി ജമാഅത്തെ ഇസ്ലാമി പിന്തുണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇടത് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ നടപടികളും വിലയിരുത്താനാണ് ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ നൽകിയത്. പറഞ്ഞത് P. ശ്രീരാമകൃഷ്ണൻ 2011. ഇനി ആര്യടൻ വിമർശനത്തിന് പിന്നിൽ മൃദു ഹിന്ദുത്വം എന്ന് പറഞ്ഞ് കോടിയേരി പറഞ്ഞ കാര്യങ്ങൾ. ഇനി പിണറായി വിജയൻ പിന്നീട് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുമായി മുൻപും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇടക്കാലത്ത് ബന്ധം മോശമതിനായി മുടങ്ങിയതാണ്. ജമാഅത്തുമായി പാർട്ടി രഹസ്യ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. എന്നെ കാണാൻ വന്നവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത്. പറഞ്ഞത് 2011 ഏപ്രിൽ 14. ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ ഈ പിന്തുണയൊക്കെ ഒരു കാലത്ത് സ്വീകരിച്ചതാണ്. ഇതിങ്ങനെ മുഴുവൻ വായിച്ചിട്ട് കാര്യമില്ല. ഒറ്റ കാര്യമുള്ളൂ. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗം പറയുകയാണെന്ന് ദയവ് ചെയ്ത് വസീഫ് പറഞ്ഞ ഒറ്റ കാര്യം പറയുന്നുള്ളൂ. നിങ്ങളെ പിന്തുണയ്ക്കുമ്പോൾ അവർ നല്ലതാണ്, അവർക്ക് മതേതര നിലപാടാണ്, അവർ സെക്കുലർ സംഘടനയാണ്. നിങ്ങൾക്ക് പിന്തുണ വിട്ടുകഴിഞ്ഞ് മറ്റൊരു മുന്നണിക്ക് പിന്തുണ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അവർ വർഗീയമാകുന്നു. അവരുടെ ആശയം എന്നുള്ളത് മതരാഷ്ട്രവാദം എന്ന് നിങ്ങൾ പറയുന്നു. ശരി, മതരാഷ്ട്രവാദം എന്ന് പറയുന്നു. കേരളത്തിൽ മുസ്ലിം രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം താങ്കൾ ചൂണ്ടിക്കാണിക്കൂ. അവരുടെ ആശയം അതൊക്കെ തന്നെ, ഒരു സംശയവും ഇല്ല. കേരളത്തിൽ അത് ആവശ്യപ്പെട്ട് പറഞ്ഞത് എപ്പോഴാണ്? നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന സമയത്ത് എന്താണ് നിങ്ങളിത് ഉൾക്കൊള്ളാതിരുന്നത്? ഇപ്പോഴെങ്ങനെയാണ് നിങ്ങൾക്ക് അവർ തീവ്രവും മനുഷ്യരായി പോലും കാണാത്തവരുമായി മാറുന്നത്? അതാണല്ലോ M. സ്വരാജ് പറഞ്ഞത്, മനുഷ്യരായി കാണുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നത് അത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നതല്ല. നിങ്ങളുടെ പ്രയാസം അവർ UDFന് വോട്ട് ചെയ്യുമ്പോൾ അതിനെ ഒന്ന് വെള്ളപൂശി എടുക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശം. ഇത് കേൾക്കുന്ന ആർക്കും ബോധ്യപ്പെടും, നിങ്ങളുടെ മനസ്സ് എങ്ങനെയായാലും. ഞാനിവിടെ പറയാം, ഞങ്ങൾ എവിടെയും ഇവരൊരു സെക്കുലർ പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഈ 2006 നിങ്ങൾ പിന്തുണ പറയുന്ന ഘട്ടങ്ങളിലെല്ലാം നമ്മൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ അത്ര സൂക്ഷ്മമായി ഈ നാട് കാണുകയും അവരുടെ നിലപാടുകൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് എന്താ? ഇവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഇവിടെ ഈ ഒരു മതരാഷ്ട്രവാദത്തിന് വേണ്ടി അല്ലാതെ ഇവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ഈ മത്സരത്തിനും ജനാധിപത്യ സംവിധാനത്തിലൊക്കെ ഇടപെടാൻ അവർ ശ്രമിക്കുന്നത് എന്തിനാ? അവർ ശ്രമിക്കുന്നത് ഈ മതരാഷ്ട്രവാദം സ്ഥാപിക്കാനാണ്. അങ്ങനെ വരുന്ന സമയത്ത്, ഒരു രാഷ്ട്രീയ പാർട്ടിയായി അവർ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരെ നമ്മൾ വിലയിരുത്തും. ആ വിലയിരുത്തുന്ന സമയത്ത് തന്നെയാണ് ഇവരുടെ നേതാക്കന്മാർ, എന്തിനിവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് അയച്ചു തരണോ? നിങ്ങളെ കേൾപ്പിക്കുമോ? നിങ്ങൾ പറയുന്നില്ലല്ലോ. എന്താ പറയാത്ത? നിങ്ങളെ കയ്യിലില്ലാത്തതുകൊണ്ടല്ല, നിങ്ങൾ കാണിക്കാത്തതുകൊണ്ടാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് ഈ സ്ഥാനാർത്ഥി പറയുന്ന വീഡിയോ ഉണ്ട്. ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇന്ന് എങ്ങനെയെങ്കിലും അധികാരം കിട്ടണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന, നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങുന്ന KM ഷാജി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ കേരളത്തിലെ ഈ നേതാക്കന്മാരെല്ലാം, UDFന്റെ നേതാക്കന്മാർ നിങ്ങൾക്കും പറയാലോ. നിങ്ങൾക്ക് ശ്രീരാമകൃഷ്ണന്റെ ഞാനൊന്നും പറയട്ടെ, അങ്ങനെ ഒറ്റ കാര്യം പറയാൻ സൗകര്യമില്ല.
ഒറ്റ കാര്യം പറയാനൊന്നും സൗകര്യമില്ല. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ ഒരു കഷണം വാർത്ത എടുത്ത് പറഞ്ഞ് അത് പറയൂ ഇത് പറയൂ എന്ന് പറയാൻ സൗകര്യമില്ല. നിങ്ങളോട് പറയാനുള്ളത് ജമാഅത്തെ ഇസ്ലാമി, നിങ്ങൾ പറ, മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന, അതെ, ഏത് വാർത്താ സമ്മേളനമായാലും അതിന്റെ ഒരു കഷണം നിങ്ങളോട് എഡിറ്റോറിയൽ വായിക്കാൻ പറഞ്ഞിട്ട് പൂർണ്ണമായി വായിക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് മതസംഘടനയാണ് എന്നുള്ള നിലക്ക. അല്ല, നിങ്ങളുടെ കേട്ട വലിയ വിപ്ലവമാണല്ലോ. നിങ്ങൾ വലിയ വിപ്ലവം നടത്തുന്ന ആളാണല്ലോ ഇവിടെ. തോന്നിയതുപോലെ വി ഡി സതീശന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. ഇന്ന് വി ഡി സതീശൻ പറഞ്ഞോണ്ട് നിങ്ങളുടെ വി ഡി സതീശൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കാം. അല്ല, ഉത്തരമുട്ടൊന്നുമില്ല, ഒരു ഉത്തരമുട്ടൊന്നുമില്ല. ഞാൻ പൂർണ്ണമായിട്ടും പറയാം. എന്നെ പറയാൻ അനുവദിച്ചാൽ മതി. ഇടക്കിടക്ക് കയറി ഇങ്ങനെ ചൊറിയണ്ട. ഇടക്കിടക്ക് ഇങ്ങനെ കേറിയിട്ട് ചൊറിഞ്ഞോടുക്കല്ലേ. എന്നെ പറയാൻ സമ്മതിച്ചാൽ നിങ്ങൾ പറയാൻ സമ്മതിക്കാത്ത ചർച്ചയിൽ മേലിൽ സ്മൃതി നിങ്ങൾ മാന്യമായി പറയണം. നിങ്ങളും മാന്യമായി മറുപടി പറയണം. നിങ്ങൾ മാന്യമായി ചോദ്യം ചോദിക്കണം. നിങ്ങൾ മാന്യമായ സമീപനം സ്വീകരിക്കണം. വി ഡി സതീശൻ ഇന്ന് മതരാഷ്ട്രവാദത്തിൽ നിന്ന് ഈ ജമാഅത്തെ ഇസ്ലാമി പുറകോട്ട് പോയി ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് ഞങ്ങൾ എവിടെയും സ്മൃതി, ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നതിനാ? വി ഡി സതീശൻ ഇന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് അസ്വസ്ഥതയില്ലേ? ആർക്കാ കാണാത്തത്? നിങ്ങൾക്ക് തന്നെ അസ്വസ്ഥത. നിങ്ങളുടെ ഇത്രയും കാലത്തെ നിങ്ങളുടെ പത്രപ്രവർത്തനം നിങ്ങൾ എടുത്തു നോക്ക്. അസ്വസ്ഥത മാത്രമേ നിങ്ങളുടെ മുഖത്തുള്ളൂ. ആളുകൾ ഇങ്ങനെ വിലയിരുത്തുന്ന ഒരു പ്രവർത്തക, ഒരു മാധ്യമ പ്രവർത്തക ആർക്കാ അറിയാത്തത്? നിങ്ങളുടെ ചാനൽ ഡിബേറ്റിൽ തന്നെ നിങ്ങൾ കേൾക്കുന്നല്ലേ? എന്നാൽ ഞാൻ പറയുന്നത് കേൾക്കൂ. ഒരു 2 മിനിറ്റ് എങ്കിലും എനിക്ക് താ. ഒരു 2 മിനിറ്റ്. നിങ്ങളൊരു വിഷയമാണ്. ബോധപൂർവമായി ചർച്ചയെയും ഇവിടെയുള്ള അജണ്ടകളെയും എല്ലാം വി ഡി സതീശൻ അനുകൂലമാക്കി കൊണ്ടുപോകാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും. നടക്കില്ല. പക്ഷേ എനിക്കൊരു 2 മിനിറ്റ് താ. 2 മിനിറ്റ് ഞാനും പറയട്ടെ. ഇന്നത്തെ ചർച്ച എന്താ? പ്രധാനമായിട്ടും ഈ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല, അവരതിൽ നിന്ന് പുറകോട്ട് പോയി എന്ന് വി ഡി സതീശൻ പറയാ. ഒരു പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്ന് പറയാ. അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? ഇവിടെ ഏതെങ്കിലും സമയത്ത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അവർ നേരത്തെ മതസംഘടനയായി പ്രവർത്തിച്ചവരാണ്. മതസംഘടനകളായി മാത്രം പ്രവർത്തിച്ചവരാണ്. ആ സമയത്ത് അവരുടേതായ നിലപാടുകൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറയും, അവർ പിന്തുണ കൊടുക്കും. എന്നാൽ അവരിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയായി, ഈ മതരാഷ്ട്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി മുന്നോട്ട് വരുന്നവരാ. അങ്ങനെ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ മൗദൂദിയെ തള്ളി പറയാൻ അവർ തയ്യാറായിട്ടുണ്ടോ? ഞങ്ങൾ മതരാഷ്ട്രവാദികളല്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയേണ്ടതിന് പകരം വി ഡി സതീശൻ പറയുന്ന സാഹചര്യമുണ്ടായി. അതിനെയല്ലേ ഈ കേരളം ചർച്ച ചെയ്യേണ്ടത്? ഇങ്ങനെ ഈ മതരാഷ്ട്രവാദം മുന്നോട്ട് വെച്ച് ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിയും മറുഭാഗത്ത് RSSും പ്രവർത്തിക്കുമ്പോൾ ഇവിടെ ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ആക്കം കൂട്ടില്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും SDPIയും ഇങ്ങനെയുള്ള സകലരും കൂടി ചേർന്ന് ഒരു ഭാഗത്ത് അണിനിരക്കട്ടെ. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വർഗീയവാദികളുടെ കേന്ദ്രീകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടും അതിനെല്ലാം മറികടക്കാൻ ഈ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മതനിരപേക്ഷ ബോധ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളിപ്പോ കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ തമിഴ്നാട് പോലീസിന് പിടിച്ചുകൊടുത്തു എന്നുള്ളത് ഒരു നേട്ടമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ പീഡിത പാർട്ടിയായി മാറുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. ഇപ്പോൾ അബ്ദുൽ നാസർ മാതിരിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ആ മനുഷ്യരെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ തർക്കവുമില്ല. വിചാരണ കൂടാതെ തടവിൽ കഴിഞ്ഞ നേതാവ് അബ്ദുൽ നാസർ മാതിരി സംശയമില്ല. പക്ഷെ ആ സംവിധാനം PDP എന്ന സംവിധാനം ആ നിലയ്ക്കാണോ പ്രവർത്തിക്കുന്നത്? PDP ഇന്ന് പ്രവർത്തിക്കുന്നത് സെക്കുലർ നിലപാട് മുറുകെ പിടിച്ച് തന്നെയാണ്. അവര് നേരത്തെ വർഗീയമായ പ്രസംഗങ്ങൾ, ഈ തീവ്രമായ, അതാ ഞാൻ പറയുന്നത്. PDPയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം നമുക്കറിയാലോ. നിങ്ങൾ പറഞ്ഞതുപോലെ EK നായനാർ തന്നെ ആ മുഖ്യമന്ത്രി അന്ന്. എന്നാൽ അതുവരെ ഈ തീവ്രമായി ഈ നാട്ടിലാകെ പ്രസംഗിച്ച് ആരോഗ്യമുള്ള സമയത്ത് അദ്ദേഹം പ്രസംഗിച്ച ആ പ്രസംഗങ്ങളുടെ സമയത്തെല്ലാം അവർ പിന്തുണ കൊടുത്തത് UDF-നാ.
UDF വേണ്ടി പ്രവർത്തിച്ചവരവര്. ശരി. അന്ന് ഞങ്ങൾ അതിനെ എതിർത്തതാ, അത് തെറ്റാണെന്ന് പറഞ്ഞവരാ. ശരി. വൈകാരികമായി മുസ്ലിം സമുദായത്തെ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞവരാ ഞങ്ങള്, ഒരു സമുദായത്തെയും. എന്നാൽ പിന്നീട് അദ്ദേഹം തിരുത്തി, അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, എന്റെ പ്രസംഗങ്ങളിൽ അപകടമുണ്ടായിട്ടുണ്ട്, ശരി. ഞാൻ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. PDPയുടെ നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞു ഞങ്ങൾ സെക്കുലർ പാർട്ടിയാണ്, ഞങ്ങൾക്ക് മതരാഷ്ട്രവാദമില്ല. PDP എന്തെങ്കിലും മതരാഷ്ട്രവാദത്തിന്റെ ഒരു കണിക പോലും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ച് പറയുന്നത് അവരുടെ നിലപാടുകൾ എന്താണ്? മതരാഷ്ട്രവാദത്തിൽ ഊന്നി നിന്നുകൊണ്ട് സ്ഥാപിക്കണമെന്നാണ്. എന്നിട്ട് അവരുടെ മതരാഷ്ട്രവാദത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ മൗദൂദിയുടെ വർത്തമാന കാലത്ത് സ്വതന്ത്രരായി നടക്കുകയാണ് വസീഫ്, അങ്ങനെ നടക്കുകയാണ് ഇവർ. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, അല്ല മതരാഷ്ട്രവാദത്തിന് വേണ്ടി അവർ സംസാരിച്ചു എന്ന് കരുതി അവരെ നമുക്ക് പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല മതരാഷ്ട്രവാദം ഇവിടെ പ്രസംഗിച്ചു പറയുന്നു എന്ന് കരുതി അല്ല ഇവർക്ക് വേണ്ടി പെട്ടെന്ന് മതരാഷ്ട്രവാദം പ്രസംഗിക്കാൻ തുടങ്ങി. ശരി, സമയം പോവുകയാണ്. PK നവാസിലേക്ക്. PK നവാസ്, നിങ്ങളെ സാധാരണ അങ്ങാടിയിലെ പച്ചപ്പടക്കാരുടെ നിലവാരമില്ലാതായി പോയി സ്മൃതിക്ക്. അല്ല എന്റെ നിലവാരം വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ പച്ചപ്പടക്ക് വേണ്ടിയിട്ടാണോ ആർക്കാ വേണ്ടിയിട്ടാ? നിങ്ങളുടെ നിലവാരം അളക്കേണ്ടി വരും. അങ്ങനെ നിലവാരം അളക്കേണ്ടി വരും. നിങ്ങളുടെ നിലവാരം അളക്കേണ്ടി വരും. നിലവാരം അളക്കേണ്ടി വരും. PK നവാസ്, ഇപ്പൊ പ്രേക്ഷകർ കേൾക്കണം. ഈ നവാസ് പറയുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ PK നവാസ് പറയുമ്പോ പ്രേക്ഷകർക്ക് ഞാനിതാ അഡ്വാൻസ് ആയി ഒരു ആശംസ പ്രസംഗം നടത്താൻ പൂർണ്ണമായും PK നവാസിലേക്കാണ്. താങ്കൾക്കാണ് ഞാൻ ഇത്രയും നേരം സമയം തന്നത് കേട്ടോ. 7:19 അനാവശ്യം പറയരുത്, ഈ രൂപത്തിൽ സംസാരിക്കരുത്. Debate with Smriti Parathikkad.